Hi friends, welcome to Sushi's Healthy Kitchen. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി. അതായത് നമ്മളുടെ മസാല ഓട്സ്. നമ്മൾ സാധാരണ മസാല ഓട്സ് ഒക്കെ പാക്കറ്റുകൾ പ്രിസർവേറ്റീവ് ചേർത്ത പാക്കറ്റുകളൊക്കെ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ ഞാൻ സാധാരണ ഈവനിങ്ങിൽ ഡിന്നറിന് ലൈറ്റായിട്ട് ഓട്സ് ആണ് കൂടുതലും കഴിക്കുക. നമ്മുടെ നാട്ടിൽ സ്പെഷ്യലി കേരളത്തിൽ എല്ലാവരും പ്രായം ചെന്നവരും അധികം പ്രായമില്ലാത്തവരും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസീസ് അസുഖങ്ങളൊക്കെ ഉള്ളവർ, ഡയബറ്റിക് പേഷ്യൻസ്, ഇവരെല്ലാവരും മോസ്റ്റ്ലി നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഓട്സ്. ഓട്സ് സാധാരണ എല്ലാവരും കഴിക്കുന്നത് പാലിൽ കാച്ചിയാണ്. അങ്ങനെ കഴിക്കുന്നത് ഹെൽത്തി അല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. റീസെന്റ് എല്ലാ ഡോക്ടേഴ്സും കുറേ വീഡിയോസ് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓട്സ് കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഓട്സ് ഉപ്പുമാവ് കഴിക്കണം, അല്ലെങ്കിൽ ഓട്സ് പാല് ചേർക്കാതെ കഴിക്കണം. ഞാൻ ഓട്സ് ഉപ്പുമാവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവ്. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പ്ലീസ് മറക്കാതെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓട്സ് നമ്മൾ പാലോ പഞ്ചസാരയോ ചേർത്തിട്ട് കുറുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കുന്ന ഓട്സ് കംപ്ലീറ്റ്ലി നോൺ ഹെൽത്തി ആണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് മസാല ഓട്സ് അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റി ആയിട്ട്, ഒരുപാട് ഹെൽത്തി ആയിട്ട്, ഒരുപാട് ഡിലീഷ്യസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മസാല ഓട്സ് ഉണ്ടാക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യരുത്, അപ്പോൾ അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മസാല ഓട്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഒരുപാടൊന്നും വേണ്ട, സ്മോൾ റെസിപ്പിയാണ്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വളരെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു അല്പം ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റൊക്കെ എടുത്താൽ മതി. ഒരു അല്പം ഫ്രഞ്ച് ബീൻസ് ഒരു ശകലം മതി. ഒരു 1-2 ഫ്രഞ്ച് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു സവാള ഒന്നും വേണ്ട, ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു പകുതി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കാനോ മുതിർന്നവർക്ക്, പ്രായമായവർക്ക്, എരിവ് കഴിക്കാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക്, ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ഒരു ശകലമേ എടുത്തുള്ളൂ ഞാൻ ഗ്രീൻ ചില്ലി കേട്ടോ, ഒരു പകുതി പീസിന്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ക്വാക്കർ ഓട്സ് ആണ്. അപ്പം ഇത് ഒരുപാട് അങ്ങ് പെട്ടെന്ന് വെന്ത് അളിയുന്ന ടൈപ്പിലുള്ള ഓട്സ് അല്ല. ചില ഓട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് വെന്ത് അങ്ങ് കുഴഞ്ഞു പോകുന്ന ഓട്സാണ്. അത്ര ഓട്സ് അല്ല ഇത്, പെട്ടെന്ന് അങ്ങ് വെന്ത് പോകത്തില്ല. അപ്പം ഇത്ര ഓട്സ് എടുക്കുവാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അങ്ങ് പെട്ടെന്ന് ക്രീമി രൂപത്തിൽ ആവാത്ത, പൗഡർ അല്ലാത്ത ഓട്സ് എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാം. വേറെ നമുക്ക് ഒരല്പം മസാലകൾ വേണം, അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ, എന്തെങ്കിലും ഒരു പാൻ യൂസ് ചെയ്യുക. ഓക്കെ, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓട്സ് എത്രയുമാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഓട്സ് വേവാനും നമ്മൾക്ക് എത്രയും തിക്നെസ് വേണോ ഓട്സിന് അതനുസരിച്ച്. ഈ ഓട്സ് നമ്മൾ ഒരുപാട് കട്ടിക്കല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, കുറച്ച് സൂപ്പ് രൂപത്തിൽ, കുറച്ച് ലിക്വിഡായിട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഓട്സ് വേവാനുള്ള വെള്ളം വേണം നമുക്ക്. ഒരുപാടില്ല, ഞാനൊരു ഇതിനൊരു അര ജാറ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ്, ഓണിയന്, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി ഓപ്ഷണലാണ് കേട്ടോ, അത് മറക്കരുത്. ഗ്രീൻ ചില്ലിക്ക് എരിവ് കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ മസാല ഓട്സിന് എരിവ് കൂടിക്കഴിഞ്ഞാൽ റെസിപ്പിയുടെ ടേസ്റ്റ് പോകും. ഇത് നമുക്ക് എരിവ് എടുത്തറിയുന്ന ഒരു റെസിപ്പി ഒന്നുമല്ല, ഒരു ജസ്റ്റ് ലൈക്ക് നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ വാങ്ങുന്ന മസാല ഓട്സിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരല്പം സോൾട്ട് കൂടി ഒന്ന് ആഡ് ചെയ്യണം. ഓട്സ്
ഒരുപാട് അങ്ങ് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളില്ല. നമ്മൾ സാധാരണ കഞ്ഞി വെക്കുന്നത് പോലെയൊന്നുമല്ല, നമ്മൾ സൂപ്പിനൊക്കെ ചേർക്കുന്നത് പോലെ ലിറ്റിൽ ബിറ്റ് ഒരു ശകലം ഉപ്പ്, ഒരുപാട് ഉപ്പാകരുത്. 5 ടീസ്പൂൺ ഷുഗർ. ഈ ഷുഗറും ഉപ്പും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ആ ഒരു സൂപ്പ് കുടിക്കുന്ന ഒരു ടേസ്റ്റിൽ വരിക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലെമൺ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് വേണമെങ്കിലൊന്ന് ആഡ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് അലൗ ടു ബോയിൽ. ഇതൊന്ന് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് തിളച്ച് ഒന്ന് വേവണം. ഒരു 5 മിനിറ്റോ ഒരു 4 മിനിറ്റ് ഈ വെജിറ്റബിൾസ് ഒന്ന് വേകുന്നത് വരെ ഈ വെള്ളം ഒന്ന് ബോയിൽ ചെയ്യുക. ഒരു 3 to 4 മിനിറ്റ് ഇത് നമ്മൾ ബോയിൽ ചെയ്ത് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഒരൽപ്പം കുക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓട്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കട്ട പിടിക്കാതിരിക്കും. ഇതിന് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാതെ ഒന്ന് കുറച്ച് വെക്കുക. ഇനി ഈ ഓട്സ് ഒന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. ഇതിലോട്ട് ഒരൽപ്പം മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഒരുപാടില്ല, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മതി. ഒരുപാട് ചേർക്കണ്ട കേട്ടോ. 1/2 ടീസ്പൂൺ. 1/4 ടീസ്പൂണോളം ജസ്റ്റ് ഒരു നുള്ള് പിഞ്ച്, 1/4 ടീസ്പൂണിലും കുറവ് ഗരം മസാല. ഒരൽപ്പം ബ്ലാക്ക് പെപ്പർ പൗഡർ. നമുക്കത് ബ്ലാക്ക് പെപ്പർ പൗഡർ അത് ഫ്രഷ് ആയിട്ടൊന്ന് ഇട്ടാൽ മതി. ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരുപാട് കൂടി പോകരുത്. ആ ഒരു ബ്ലാക്ക് പെപ്പർ പൗഡർ ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ മസാല ഓട്സിൻ്റെ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു പോയിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മുടെ കുരുമുളകിൻ്റെ സ്മെല്ല് എടുത്തങ്ങ് അറിയും. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ടെർമറിക്ക് ചേർക്കണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂണിലും കുറച്ച് ജസ്റ്റ് 2 പിഞ്ചോളം ഗരം മസാലയാണ് നമ്മൾ ചേർത്തത്. ഇനി ഇത് ഒരു ഓട്സ് വേവാൻ നമുക്കൊരു 3 to 4 മിനിറ്റ് പോലും വേണ്ട. അത് വേവുന്ന സമയം എടുക്കട്ടെ, ഒരു 2-3 മിനിറ്റ്. ആ ചെറിയ മധുരവും ആ ചെറിയൊരു ഉപ്പും അതെല്ലാം കൂടെ പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് ബ്ലെൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അങ്ങനെ നമ്മളുടെ മസാല ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 4 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ ഞാൻ കുക്ക് ചെയ്തു. കറക്റ്റാണ്, ഈ ഒരു കൺസിസ്റ്റൻസി മതി എനിക്ക്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് എടുക്കുവാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് മസാല ഓട്സിൻ്റെ ടേസ്റ്റ് വരില്ല. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഇറ്റ്സ് ലുക്കിംഗ് സോ യമ്മി ആൻഡ് ഡിലീഷ്യസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയില കൂടി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി നല്ലതാവും. ഓപ്ഷണലാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മളുടെ പെർഫെക്റ്റ് മസാല ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എപ്പോഴും ചൂടോടെ കഴിക്കുക ഓട്സ് എങ്ങനെ കഴിച്ചാലും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സ്, സോൾട്ട് ഉപ്പ് കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സോൾട്ട് ഒട്ടും ആഡ് ചെയ്യാതിരിക്കുക. പക്ഷേ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് മസാല ഓട്സിൻ്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് സോൾട്ട് ഉണ്ടായിരിക്കണം. മധുരം ഒരു ലിറ്റിൽ ബിറ്റ് ആഡ് ചെയ്താൽ മതി. ഒരു പിഞ്ച് ഷുഗർ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കറക്റ്റ് ഉപ്പ് അതിനൊരു ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തരുള്ളൂ. അപ്പോൾ ഇനി ഉപ്പ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ലല്ലോ, ചെറുതായിട്ട് ഉപ്പ് ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗരമാഗരം ടേസ്റ്റി നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ലിക്വിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ഓട്സ് ഏത് പാക്കറ്റിൽ വാങ്ങിയാലും മാർക്കറ്റിൽ കിട്ടാൻ പോണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ ഈ വളരെ ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇറ്റ്സ് സോ യമ്മി ആൻഡ് ഡിലീഷ്യസ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഈസി ആയിട്ടുള്ള മസാല ഓട്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതിപ്പോൾ ഇച്ചിരി കട്ടി ആയിപ്പോയി. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഉണ്ടാക്കും, സൂപ്പ് ഉണ്ടാക്കുന്നത് പോലെ. ആഹാ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മസാല ഓട്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ പാലൊന്നും കഴിക്കുന്നുമില്ല അതിൻ്റെ കൂടെ. സോ ടേസ്റ്റി ആൻഡ് യമ്മി. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ മസാല ഓട്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് ഒരുപാട് ഈസിയാണ്, ഒത്തിരി ഹെൽത്തിയാണ്. അപ്പം മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു ഹെൽത്തി അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.